കോൺഗ്രസ്സിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ പേടിയാണ്. എന്തുകൊണ്ടാണ് പേടിക്കുന്നതെന്നറിയോ? ഇനിയും കേസ് വന്നാൽ ഇങ്ങനെ നിൽക്കും. ഏത് സമയം ഉചിതമായ സമയമാകാത്തതുകൊണ്ട് നിൽക്കുകയാണ്. എന്നാണ് ഈ ഉചിതമായ സമയമാകുക? ഉചിതമായ സമയം എന്ന് പറയുന്നത് ഒരു 3-4 പരാതി കൂടെ വന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് പുറത്താക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇനിയും പരാതി വരാനുണ്ട്, ഇനിയും FIRകൾ വീഴും. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? കാരണം ഈ പരാതി കൊടുക്കുന്നവരും കൊടുത്തവരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ക്ഷമേൻ്റെ നെല്ലിപ്പലകയിൽ ചവിട്ടി നിൽക്കും. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചിട്ടാണ്. ഇത് കോൺഗ്രസ് പാർട്ടീനെ വിശ്വസിച്ചിട്ടോ, രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിച്ചിട്ടോ, അല്ലെങ്കിൽ റീൽ സംഘത്തെ വിശ്വസിച്ചിട്ടല്ല, കോൺഗ്രസ് പാർട്ടീനെ വിശ്വസിച്ചിട്ടാണ് ഈ പരാതി കൊടുത്തവരൊക്കെ ഇപ്പോഴും നിൽക്കുന്നത്, നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇനി എന്ത് സംഭവിക്കുന്നറിയോ? ഇതിൻ്റെ പിന്നണി പ്രവർത്തകരുടെ പേര് പറഞ്ഞു തുടങ്ങും. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, അത് മെല്ലെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. ഇപ്പോൾ പല ആൾക്കാരും വന്ന് തുടങ്ങി പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത്? ഇതിൻ്റെ ഉത്തരവാദി ഇന്നയാളാണ്, ഈ ഉത്തരവാദിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾക്കാർ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾക്കാർക്ക് ഇന്ന കേസ് അറിയാമായിരുന്നു പറയുമ്പോൾ തീരെ വെടിക്കെട്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതുവരെ അതിന് ഞാൻ വിചാരിക്കുന്നത് അറിയോ, കോൺഗ്രസ്സിൽ അതിലും പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പണ്ട് 2 സംഘമായിരുന്നല്ലോ, ഇപ്പോൾ എത്ര സംഘമാണ് കോൺഗ്രസ്? കോഴിക്കോട് ഒരു ഭാഗത്ത്, കൊച്ചിയിൽ വരും വേറൊരു സംഘം, തിരുവനന്തപുരത്ത് വരുമ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് ഇവർ വേറെ സംഘം. ഇവരെല്ലാവരും അടുത്തടുത്ത് കിട്ടുന്നവരെല്ലാം ഒന്നിച്ചിരുന്നിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവനെ എങ്ങനെ തകർക്കുക, ഇവനെ എങ്ങനെ തകർക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇനി പോകുന്നത് ഇതിൻ്റെ പിന്നാമ്പുറ കഥകളിലേക്ക് പോകും. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയതോ അതോടുകൂടി അവസാനിച്ചേനെ. ഇന്ന് രാവിലെ വന്നിരുന്നിട്ട് എന്താ പറഞ്ഞത്? ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം കേൾക്കാൻ വേണ്ടിയിട്ടാണോ കേരളത്തിലെ ജനങ്ങളും കോൺഗ്രസ്സുകാരും ഇരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു വനിതാ നേതാവ് ഇദ്ദേഹത്തെ തള്ളിപ്പറയത്തുണ്ടോ? ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നത്?